Good morning, students. Today I'm going to take the next one. Last class we studied up to fraction അല്ലേ സീറോ ഫ്രാക്ഷൻ വരെ നമ്മൾ പഠിച്ചു അല്ലേ ഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു സീറോ ഫാക്ടോറിയൽ എന്താണെന്ന് പഠിച്ചു അപ്പോൾ നമ്മൾ മനസ്സിലായി അതിൽ നിന്നും എൻ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കേ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൗണ്ടിങ് എന്താണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് വൺ എന്താണ് അപ്പോൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിൻ്റെ അണ്ടർ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻസ് എന്താണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻസ് നോക്കി ഇഫ് ദർ ആർ ടു ജോബ്സ് സച്ച് ദാറ്റ് വൺ ഓഫ് ദം ക്യാൻ ബി കംപ്ലീറ്റഡ് ഇൻ എം വേസ് ആൻഡ് വെൻ ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ഇൻ എനി വൺ ഓഫ് ദീസ് എം വേസ് second job can be completed in n ways. Then the two jobs in successions can be completed in m into n ways. അപ്പം ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് രണ്ട് ജോബ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എം വേസ്, അതായത് എം എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് വേവ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഒരു അഞ്ച് രീതിയിൽ ആ ജോലി കംപ്ലീറ്റ് ചെയ്യും എന്ന് പറയുന്ന പോലെ തന്നെ എം വേവ്സിൽ നമുക്ക് ആ ഫസ്റ്റ് ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. വെൻ ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ഇൻ എനി വൺ ഓഫ് ദീസ് എം വേസ്, നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ എം വേസിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ദ സെക്കൻഡ് ജോബ് ക്യാൻ ബി കംപ്ലീറ്റഡ് ഇൻ എൻ വേസ്. സെക്കൻഡ് ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് എൻ വേവ്സ്, അതും ഈ പറയുന്ന പോലെ എൻ എന്നുള്ളത് ഒരു ജനറലൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അതായത് സിക്സ് രീതിയിൽ, 6 വേസ് എന്ന് പറഞ്ഞാൽ 6 ഡിഫറെൻറ്റ് വേസിൽ എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് രീതിയിൽ ആ ജോലി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലേ എന്ന് പറഞ്ഞ പോലെ സെക്കൻഡ് ജോബ് നമ്മൾ എൻ വേസിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ദെൻ ദ ടു ജോബ്സ് ഇൻ സക്സഷൻസ് ക്യാൻ ബി കംപ്ലീറ്റഡ് ഇൻ എം ഇൻറ്റു എൻ വേസ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ജോബും സക്സസ്ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന വേവ്സ് എത്ര ആയിരിക്കും? എം ഇൻറ്റു എൻ വേസ് ആയിരിക്കും. ഫസ്റ്റ് ജോബ് എം വേസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ജോബ് നമുക്ക് എൻ ബേസിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ രണ്ട് ജോബും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എം ഇൻറ്റു എൻ വേസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ എക്സാമ്പിൾ നോക്കിയേ. ഇൻ എ ക്ലാസ് ദർ ആർ 10 ബോയ്സ് ആൻഡ് 8 ഗേൾസ്. ഒരു ക്ലാസ്സിൽ 10 ബോയ്സും 8 ഗേൾസും ഉണ്ടെന്ന് വിചാരിക്കാം. ദ ടീച്ചർ വാണ്ട്സ് ടു സെലക്ട് എ ബോയ് ആൻഡ് എ ഗേൾ ടു റെപ്രസെൻറ്റ് ദ ക്ലാസ് ഇൻ എ ഫംഗ്ഷൻ. ടീച്ചർ എന്ത് ചെയ്യുന്നു? ഒരു ബോയിയും ഒരു ഗേളിനെയും ആ ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇൻ ഹൗ മെനി വേവ്സ് ക്യാൻ ദ ടീച്ചർ മേക്ക് ദിസ് സെലക്ഷൻ? ഏതൊക്കെ വേവ്സിൽ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ടീച്ചർക്ക് ഈ ഒരു സെലക്ഷൻ എടുക്കാം? അതായത് 10 ബോയ്സും 8 ഗേൾസുമേ ഉണ്ട് അല്ലേ, അതിൽ ഒരു ബോയും ഒരു ഗേളിനെ മാത്രമേ ഫംഗ്ഷന് ആ ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്ത് വിടുന്നുള്ളൂ. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ആ ടീച്ചറിന് ആ സെലക്ഷൻ എടുക്കാനായിട്ട് പറ്റും? ഓക്കെ, ഹിയർ ദ ടീച്ചർ ഈസ് ടു പെർഫോം 2 ജോബ്സ്. ടീച്ചർ പെർഫോം ചെയ്യുന്നപ്പോൾ അവിടെ 2 ജോബ്സ്. ഒന്ന് സെലക്ടിങ് എ ബോയ് എമംഗ് 10 ബോയ്സ്. 10 ബോയ്സിൽ നിന്ന് ഒരു ബോയിയെ സെലക്ട് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ സെലക്ടിങ് എ ഗേൾ എമംഗ് 8 ഗേൾസിൽ നിന്ന് ഒരു ഗേളിനെ സെലക്ട് ചെയ്യണം. ഓക്കെ, ദ ഫസ്റ്റ് ഓഫ് ദീസ് ക്യാൻ ബി പെർഫോംഡ് ഇൻ, ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത് 10 വേവ്സ് ആൻഡ് ദ സെക്കൻഡ് ഇൻ 8 വേവ്സ് അല്ലേ. ഫസ്റ്റ് 10 വേവ്സ് ആയിട്ട് എടുക്കാം, സെക്കൻഡ് 8 വേവ്സ് ആയിട്ട് എടുക്കാം. Therefore, by the fundamental principle of multiplication, the required number of waves എന്ന് പറഞ്ഞാൽ എന്താ? 10 into 8 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 80. അതെന്ന് പറയുന്നത് എന്താ? 80. അപ്പോൾ 80 വേവ്സിൽ നമുക്കത് എടുക്കാനായിട്ട് പറ്റും. അതിനർത്ഥം എന്താ? 10 വേവ്സ് വന്ന് എന്തുകൊണ്ടാണ്? 10 ബോയ്സ് അല്ലേ. 10 ബോയ്സിൽ നമുക്ക് വേണമെങ്കിൽ ഓരോ ബോയ്സിനെ സെലക്ട് ചെയ്തുകൂടെ? ഈ 10 ബോയ്സിൽ ആരെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആരെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ 10 വേവ്സ് ആണ് എന്ന് പറയുന്ന പോലെയാണ് 8 ഗേൾസിൽ ആരെങ്കിലും ഒരാൾ മതി അല്ലേ. ഈ 1 മുതൽ 8 വരെയുള്ളതിൽ ഏത് ഗേൾസിനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം, നമുക്ക് പറയാൻ പറ്റത്തില്ല ആരാണ്. അപ്പോൾ എത്ര വേവ്സ് അവിടെ വരും? 8 വേവ്സ് വരും അല്ലേ. അപ്പോൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദ റിക്വയർഡ് നമ്പർ ഓഫ് വേവ്സ് ഈസ് 10 into 8. നേരത്തെ വേസസിൻ്റെ നമ്പേഴ്സ് എത്രയായിരുന്നു? 10ഉം 8ഉം, 10 ബോയ്സും 8 ഗേൾസും. അപ്പോൾ നമ്മുടെ റിക്വയർഡ് നമ്പർ ഓഫ് വേവ്സ് എന്ന് പറഞ്ഞാൽ 10 into 8 വിച്ച് ഈസ് ഈക്വൽ ടു 80.
അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ കൂടി എന്താണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻസ് എന്ന് മനസ്സിലായല്ലോ. ടോട്ടൽ നമ്പർ ഓഫ് വേവ്സ് 2 രീതി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് വേവ്സ് കാണുക, ദെൻ അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ റിക്വയർഡ് നമ്പർ ഓഫ് വേവ്സ് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ അടുത്ത് നോക്കിക്കേ, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് അഡീഷൻ. നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, ഇനി എന്താണ് അഡീഷൻ. അതിൻ്റെ എന്താ പറയുന്നത്, ഇഫ് ദർ ആർ 2 ജോബ്സ് സച്ച് ദാറ്റ് ദേ ക്യാൻ ബി പെർഫോംഡ് ഇൻഡിപെൻഡൻ്റ്ലി ഇൻ എം ആൻഡ് എൻ വേവ്സ് റെസ്പെക്റ്റീവ്ലി. അതായത് 2 ജോബ്സ് ഉണ്ട്, രണ്ടും നമ്മൾ പെർഫോം ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, അത് ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആദ്യത്തെ ജോബ് ആണെങ്കിൽ എം വേവ്സ് ചെയ്യാം, രണ്ടാമത്തെ ജോബ്സ് എൻ വേവ്സ് ചെയ്യാം, രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഇറ്റ് വാസ് പെർഫോംഡ് ആസ് ഇൻഡിപെൻഡൻ്റ്ലി. അത് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. ഓക്കെ, ദെൻ ഐദർ ഓഫ് 2 ജോബ്സ് ക്യാൻ ബി പെർഫോംഡ്. അപ്പോൾ എന്താ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പെർഫോം ചെയ്താൽ മതി അല്ലേ. ദെൻ ഐദർ ഓഫ് 2 ജോബ്സ് ക്യാൻ ബി പെർഫോംഡ് ഇൻ. രണ്ടിൽ പെർഫോം ചെയ്യുന്ന ജോബ്സിൻ്റെ ഇത് എങ്ങനെയായിരിക്കും, എം പ്ലസ് എൻ വേവ്സ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് വേവ്സ് എങ്ങനെ കാണും, എം പ്ലസ് എൻ വേവ്സ്. അപ്പോൾ ഓർത്തോണം, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷനിൽ പ്രോഡക്റ്റ് ആണ് കാണേണ്ടത്, എം ഇൻറ്റു എൻ. അഡീഷൻ വരുമ്പോൾ എം പ്ലസ് എൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇൻ എ ക്ലാസ് ദർ ആർ 10 ബോയ്സ് ആൻഡ് 8 ഗേൾസ്. ദ ടീച്ചർ വാണ്ട്സ് ടു സെലക്ട് ഐദർ എ ബോയ് ഓർ എ ഗേൾ ടു റെപ്രസെൻറ്റ് ദ ക്ലാസ് ഇൻ എ ഫംഗ്ഷൻ. മുമ്പത്തെ എക്സാമ്പിൾ തന്നെ ചെറിയൊരു വ്യത്യാസം. മുമ്പത്തെ എക്സാമ്പിൾ പറഞ്ഞാൽ എന്താ, ഒരു ബോയിയെയും ഒരു ഗേളിനെയും സെലക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ രണ്ടും തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. 10 ബോയ്സിൽ നിന്ന് ഒരു ബോയിയും അതുപോലെ തന്നെ 8 ഗേൾസിൽ നിന്നും ഒരു ഗേളിനെയും സെലക്ട് ചെയ്യുന്നുണ്ട് ഫംഗ്ഷന് വിടാനായിട്ട്. അപ്പോഴവിടെ എന്ത് വന്നു, മൾട്ടിപ്ലിക്കേഷൻ വന്നു. എന്നാൽ ഈ കേസിൽ എന്താ പറയുന്നത്, 10 ബോയ്സും 8 ഗേൾസും ഉണ്ട്. ടീച്ചറിന് വേണ്ടത് ടു സെലക്ട് ഐദർ എ ബോയ് ഓർ എ ഗേൾ. ഒന്നെങ്കിൽ ഒരു ബോയ് അല്ലെങ്കിൽ ഒരു ഗേൾ, അതായത് ഒരാൾ മതി അല്ലേ. 10 ബോയ്സിലും 8 ഗേൾസിൽ നിന്നും കൂടെ മൊത്തമായിട്ട് ഒന്നെങ്കിൽ ഒരു ബോയ് അല്ലെങ്കിൽ ഒരു ഗേൾ. മനസ്സിലായി, ഐദർ ബോയ് ഓർ എ ഗേൾ ടു റെപ്രസെൻറ്റ് ദ ക്ലാസ് ഇൻ എ ഫംഗ്ഷൻ. ആ ഫംഗ്ഷനിൽ ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് പോകാൻ ഒരു ബോയോ അല്ലെങ്കിൽ ഒരു ഗേളോ മതി. ഓക്കെ, ഇൻ ഹൗ മെനി വേസ് ദ ടീച്ചർ ക്യാൻ മേക്ക് ദിസ് സെലക്ഷൻ. ഏതൊക്കെ രീതിയിൽ ടീച്ചറിന് ഈ സെലക്ഷൻ എടുക്കാമെന്ന്. ഓക്കെ, അപ്പോൾ എന്താ, ഹിയർ ദ ടീച്ചർ ഈസ് ടു പെർഫോം ഐദർ ഓഫ് ദ ഫോളോയിങ് 2 ജോബ്സ് അല്ലേ. ടീച്ചർ പെർഫോം ചെയ്യുന്നത് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ജോബ് പെർഫോം ചെയ്യുക. ഒന്നെങ്കിൽ സെലക്ട് എ ബോയ് എമംഗ് 10 ബോയ്സ്. 10 ബോയ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു ബോയിയെ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ സെലക്ടിങ് എ ഗേൾ എമംഗ് 8 ഗേൾസ്. 8 ഗേൾസിൽ നിന്ന് ഒരു ബോയിയെ സെലക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ നോക്കിയാൽ ദ ഫസ്റ്റ് ഓഫ് ദീസ് ക്യാൻ ബി പെർഫോംഡ് ഇൻ 10 വേവ്സ്. ആദ്യത്തേത് പെർഫോം ചെയ്യുന്നത് 10 വേവ്സിലാണ്. ആൻഡ് ദ സെക്കൻഡ് ഈസ് 8 വേവ്സ്. രണ്ടാമത്തേത് എന്താണ്, 8 വേവ്സിലാണ്. ദെയർഫോർ ബൈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് അഡീഷൻ ഐദർ ഓഫ് 2 ജോബ്സ് ക്യാൻ ബി പെർഫോംഡ് ഇൻ. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് അഡീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ, എം പ്ലസ് എൻ, ദാറ്റ് മീൻസ് 10 പ്ലസ് 8 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 18 വേവ്സ്. അപ്പോൾ എന്ത് വരും, 18 വേവ്സ്. 18 വേവ്സിൽ ഒരു ബോയോ അല്ലെങ്കിൽ ഒരു ഗേളിനെയോ അവർക്ക് സെലക്ട് ചെയ്ത് വിടാനായിട്ട് പറ്റും. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. മൾട്ടിപ്ലിക്കേഷൻ വന്നപ്പോൾ എന്തായിരുന്നു വന്നത്, 10 ബോയ്സിൽ നിന്ന് ഒരു ബോയിയെയും 8 ഗേൾസിൽ നിന്ന് ഒരു ഗേളിനെയും അവർക്ക് സെലക്ട് ചെയ്യണം. അതായത് ടോട്ടൽ 2 സ്റ്റുഡൻസിനെ അവർക്ക് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് 10 വേവ്സും രണ്ടാമത്തേത് 8 വേവ്സ്. ഈ 10 ബോയിൽ ഈ 10 പേരിലെ ആരെ വേണേലും സെലക്ട് ചെയ്യാമല്ലോ. അതുപോലെ തന്നെ അവരിൽ ഒരാളെ സെലക്ട് ചെയ്യുമ്പം ഈ 8 പേരിൽ ആരെ വേണേലും ഒരു ഗേളിനെ കൂടെ സെലക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ടോട്ടൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ വരും, എം ഇൻറ്റു എൻ വരും. അപ്പോൾ അവിടെ നമുക്ക് 80 വേവ്സ് കിട്ടി ആ എക്സാമ്പിൾ അല്ലേ. ഇവിടുത്തെ എക്സാമ്പിൾ എന്താ പറഞ്ഞാൽ ഐദർ എ ബോയ് ഓർ എ ഗേൾ. ഒന്നെങ്കിൽ ബോയ് അല്ലെങ്കിൽ ഗേൾ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ അഡീഷൻ്റെ വരുമ്പോൾ എങ്ങനെ വരും, എം പ്ലസ് എൻ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് 18 വേവ്സ് എന്ന് കിട്ടി. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയേ, പെർമ്യൂട്ടേഷൻസ് അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. ഓക്കെ, പെർമ്യൂട്ടേഷൻ അണ്ടർ സർട്ടൻ കണ്ടീഷൻ. ഫസ്റ്റ് തിയറം നോക്കിക്കേ, പ്രൂവ് ദാറ്റ് ദ നമ്പർ ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻസ് ഓഫ് എൻ ഡിഫറെൻറ്റ് ജോബ്സ് ടേക്കൺ ആർ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തിയറം പറയുകയാണ്, പ്രൂവ് ദാറ്റ് ദ നമ്പർ ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻ ഓഫ് എൻ ഡിഫറെൻറ്റ് ജോബ്.
n ഡിഫറെൻറ്റ് ജോബ്സിൻ്റെ നമ്പർ ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻസ് ആയിട്ട് നമ്മൾ 6 എന്ന് എടുക്കുക. അറ്റ് എ ടൈം ആ സെയിം സമയത്ത് തന്നെ വെൻ എ പർട്ടിക്കുലർ ജോബ് ഈസ് ടു ബി ഓൾവേസ് ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് അറേഞ്ച്മെൻറ്റ് ഈസ്, ഒരു പർട്ടിക്കുലർ ജോബ് നമ്മൾ എപ്പോഴും ആ അറേഞ്ച്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? ആർ ദ ഓൾ പവർ n മൈനസ് 1 ഇൻറ്റു പെർമ്യൂട്ടേഷൻ പി ആർ മൈനസ് 1 എന്ന് എടുക്കാം. ഓക്കെ, ഇനി തിയറം 1 ആണ് അത് പറഞ്ഞത് കേട്ടോ. തിയറം 2 എന്താ പറയണേ? പ്രൂവ് ദാറ്റ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് taken are at a time when a particular object is never taken in each arrangement. അതായത് n ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൻ്റെ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ 6 ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് നമ്മൾ ആ അറേഞ്ച്മെൻറ്റിലേക്ക് എടുക്കുന്നില്ല എങ്കിൽ എങ്ങനെ എഴുതാം? n മൈനസ് 1 പി ആർ എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, n മൈനസ് 1 പി ആർ. ഓക്കെ, ദെൻ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? തിയറം 3 എന്താ പറഞ്ഞത്? പ്രൂവ് ദാറ്റ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം വെൻ വിച്ച് ടു സ്പെസിഫൈഡ് ഒബ്ജക്റ്റ് ഓൾവേസ് ഒക്കർ ടുഗദർ. n ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിൻ്റെ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ 6 ആയിട്ട് എടുക്കുന്ന സമയത്ത് തന്നെ 2 സ്പെസിഫൈഡ് ഒബ്ജക്റ്റ് എപ്പോഴും ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത് 2 ഫാക്ടോറിയൽ ഇൻറ്റു ആർ മൈനസ് 1 ദ ഓൾ പവർ n മൈനസ് 2 പി ആർ മൈനസ് 2 ആണെന്ന് കാണാനാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ആ തിയറം 3 നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അടുത്ത നോക്കിയേ, പെർമ്യൂട്ടേഷൻസ് ഓഫ് ഒബ്ജക്ട്സ് നോട്ട് ഓൾ ഡിസ്റ്റൻറ്റ്, അതായത് എല്ലാം ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് അല്ല, എന്നാൽ അല്ലാത്ത ടൈപ്പ് ഒബ്ജക്ട്സിൻ്റെ പെർമ്യൂട്ടേഷൻസ്. അപ്പോൾ അതിൻ്റെ തിയറി നോക്കി. ദ നമ്പർ ഓഫ് മ്യൂച്വലി ഡിസ്റ്റിങ്വിഷബിൾ പെർമ്യൂട്ടേഷൻസ് ഓഫ് n തിങ്സ് ടേക്കൺ ഓൾ അറ്റ് എ ടൈം ഓഫ് വിച്ച് p ആർ ലൈക്ക് ഓഫ് വൺ കൈൻഡ്, q അലൈക്ക് ഓഫ് സെക്കൻഡ് കൈൻഡ് സച്ച് ദാറ്റ് p എന്ന് പറയുന്നത് പി ആർ അലൈക്ക് ഓഫ് വൺ കൈൻഡ്, ഒരു കൈൻഡിൻ്റേത് പി ആയിട്ടും രണ്ടാമത്തെ സെക്കൻഡ് കൈൻഡ് ക്യൂ ആയിട്ടുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് n ആണെന്ന് നമുക്കറിയാം അല്ലേ? രണ്ടും കൂടെ പ്ലസ് ചെയ്യുന്നത് n ആണെന്നറിയാം. അതായത് ദ നമ്പർ ഓഫ് മ്യൂച്വലി ഡിസ്റ്റിങ്വിഷബിൾ പെർമ്യൂട്ടേഷൻസ് ഓഫ് n തിങ്സിൻ്റെ നമ്പർ ഓഫ് മ്യൂച്വലി ഡിസ്റ്റിങ്വിഷബിൾ പെർമ്യൂട്ടേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഫസ്റ്റ് കൈൻഡിൻ്റെ പി ആണെന്നും സെക്കൻഡ് കൈൻഡിൻ്റെ ക്യൂ ആണെന്നും അറിയാമെങ്കിൽ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? n ആണ്. ദെൻ n എന്ന് പറയുന്നത് എന്താ? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ പി ഫാക്ടോറിയൽ ഇൻറ്റു ക്യൂ ഫാക്ടോറിയൽ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. പെർമ്യൂട്ടേഷൻസ് ഓഫ് ഒബ്ജക്ട്സ് നോട്ട് ഓൾ ഡിസ്റ്റിൻറ്റ്. ഓക്കെ, അങ്ങനെയുള്ളതിൻ്റെ കേസിൽ എങ്ങനെ വരും? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ പി ഫാക്ടോറിയൽ ഇൻറ്റു ക്യൂ ഫാക്ടോറിയൽ. അപ്പോൾ അതെങ്ങനെ വരുന്നത് നോക്കിയേ. How many different words can be formed with the letters of word MI, SSI, SSI, PPI? അതായത് ആ ഒരു വേർഡിൽ നിന്ന് എത്ര ഡിഫറെൻറ്റ് വേർഡ്സ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? ആദ്യം എത്ര ലെറ്റേഴ്സ് അതിൻ്റെ അകത്തുണ്ടെന്ന് നോക്കണം. ഓക്കെ, നോക്കുമ്പോൾ 11 എന്ന് കിട്ടും. അപ്പോൾ നോക്കിയാൽ there are 11 letters in the given word. ഓക്കെ, തന്നിരിക്കുന്ന വേർഡിൽ 11 ലെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, വിച്ച് 4 ആർ എസ്, അതിൽ 4 എസ് ആണ്. 4 ആർ ഐ, 4 ഐ ഉണ്ട്. ആൻഡ് 2 ആർ പീസ്, 2 പി ആണ്. അപ്പോൾ ടോട്ടൽ വേർഡിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 11 ആണ്. അതിൽ 4 എസ് എന്ന് പറയുന്ന നമ്പറാണ്, 4 ഐ എന്ന് പറയുന്ന ലെറ്ററാണ്, 2 പി എന്ന് പറയുന്ന ലെറ്ററാണ്. ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് ഈസ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് 11 തിങ്സ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആ 11 തിങ്സിൻ്റെ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് തന്നെയാണ്. ദാറ്റ് ഈസ് 11 തിങ്സ് ഓഫ് വിച്ച് അതിൽ 4 ആർ സിമിലർ ഓഫ് വൺ കൈൻഡ്. 4 എന്താ? ഒരെണ്ണത്തിൻ്റെ സിമിലറാണ്. അതായത് നമ്മൾ പഠിച്ചു 4 എസ് ആണ്, 4 ഐ ആണ്. അതിനർത്ഥം എന്താ?
ഐ തന്നെ 4 വട്ടമുണ്ട്, എസ് തന്നെ 4 വട്ടം. അതായത് ഒരു ടൈപ്പിൻ്റെ തന്നെ സിമിലാരിറ്റി 4 പ്രാവശ്യമുണ്ട്. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിച്ച് 4 ആർ സിമിലർ ഓഫ് 1 കൈൻഡ്, അല്ലെ, ഒരു കൈൻഡിൻ്റെ സിമിലർ ആയിട്ട് 4 എണ്ണം ഉണ്ട്. അടുത്ത എന്താ പറഞ്ഞത് 4 ആർ സിമിലർ ടു സെക്കൻഡ് കൈൻഡ് സിമിലർ ആയിട്ട് അടുത്ത 4 ഉണ്ട്. ആൻഡ് 2 ആർ സിമിലർ ഓഫ് തേർഡ് കൈൻഡ്, 2 എണ്ണം മൂന്നാമത്തതിൻ്റെ സിമിലർ ആയിട്ടും ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് 11 ഫാക്ടോറിയൽ ബൈ, അതിനെ നമുക്ക് എങ്ങനെ എടുക്കാം, ടോട്ടൽ നമ്പർ ഓഫ് ഇതെന്ന് പറഞ്ഞാൽ എത്ര 11 അല്ലേ, ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 11. അപ്പോൾ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ സിമിലർ ആയിട്ട് എത്ര ഉണ്ട്, എത്ര കൈൻഡ് ഇവിടെ ഉണ്ട്, 3 കൈൻഡ്സാണ് ഉള്ളത് അല്ലേ. അതിൽ സിമിലർ ആയിട്ടുള്ളത് ഏതൊക്കെയാണ് ഉള്ളത്, 4 ഫാക്ടോറിയൽ. അപ്പോൾ 2 4 ഫാക്ടോറിയൽ വരും, എസിൻ്റേതും ഐയുടേതും. പി എന്ന് പറയുന്നത് 2. അപ്പോൾ എങ്ങനെ വരും, 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പെർമ്യൂട്ടേഷൻസ് കാണുന്നത് മനസ്സിലായല്ലോ. പെർമ്യൂട്ടേഷൻ ഓഫ് ഒബ്ജക്ട്സ് നോട്ട് ഓൾ ഡിസ്റ്റൻറ്റ് എന്നുള്ള കേസിൽ പെർമ്യൂട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ പി ഫാക്ടോറിയൽ ഇൻറ്റു ക്യൂ ഫാക്ടോറിയൽ. പിയും ക്യൂ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പിയും ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 3 കൈൻഡ്സ് ഉള്ളത് അല്ലേ, 3 ലെറ്റേഴ്സും എത്ര പ്രാവശ്യമുണ്ട്, സിമിലർ ടൈപ്സ് ഉണ്ട്. അപ്പോൾ എന്ത് വരും, വേണേൽ പി ക്യൂ ആർ എന്ന് വേണം നമുക്ക് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരും, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ പി ഫാക്ടോറിയൽ ഇൻറ്റു ക്യൂ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ കൊടുക്കുക. അപ്പോൾ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് 11 ആണ്. സോ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് 4 വട്ടം ഉണ്ട്, ഐ 4 വട്ടം ഉണ്ട്, പി എന്ന് പറയുന്നത് 2 വട്ടം ഉണ്ട്. അപ്പോൾ എങ്ങനെ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും 34,650 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ നോക്കിക്കേ, പെർമ്യൂട്ടേഷൻസ്. സർക്കുലർ പെർമ്യൂട്ടേഷൻസിൽ എന്താ പറയുന്നത്, പെർമ്യൂട്ടേഷൻ ഓഫ് ഒബ്ജക്ട്സ് ഇൻ എ റോ ഈസ് കോൾഡ് ലീനിയർ പെർമ്യൂട്ടേഷൻസ്. ഒരു ഒബ്ജക്റ്റിൻ്റെ, ഒരു റോയിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ പെർമ്യൂട്ടേഷനെ നമുക്ക് എന്തെന്ന് പറയാം, ലീനിയർ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയാം. എന്താണ്, പെർമ്യൂട്ടേഷൻ ഓഫ് ഒബ്ജക്ട്സ് ഇൻ എ റോ. Permutation of objects in a row is called linear permutations. If we arrange the objects along a closed curve, നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഒരു ക്ലോസ്ഡ് കർവായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ എ സർക്കിൾ എന്തോ ആയിക്കോട്ടെ, ദ പെർമ്യൂട്ടേഷൻസ് ആർ നോൺ ആസ് സർക്കുലർ പെർമ്യൂട്ടേഷൻസ്. അങ്ങനെയാണെങ്കിൽ ആ പെർമ്യൂട്ടേഷൻ നമുക്ക് എന്തെന്ന് പറയാം, സർക്കുലർ പെർമ്യൂട്ടേഷൻ എന്ന് പറയാം അല്ലേ. ഒരു ഒബ്ജക്റ്റ് ക്ലോസ്ഡ് കർവിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ പെർമ്യൂട്ടേഷനെ നമുക്ക് സർക്കുലർ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയാം. ഓക്കെ, എവറി ലീനിയർ അറേഞ്ച്മെൻറ്റ് ഹാസ് എ ബിഗിനിങ് ആൻഡ് ആൻ എൻഡ്. ഏതൊരു ലീനിയർ അറേഞ്ച്മെൻറ്റിനും ഒരു തുടക്കം ഉണ്ടായിരിക്കും, ഒരു അവസാനം ഉണ്ടായിരിക്കും അല്ലേ. ബട്ട് ദർ ഈസ് നത്തിങ് ലൈക്ക് ബിഗിനിങ് ഓർ എൻഡ് ഇൻ എ സർക്കുലർ പെർമ്യൂട്ടേഷൻസ്. പക്ഷെങ്കിൽ സർക്കുലർ പെർമ്യൂട്ടേഷൻസിൽ എന്താ, ബിഗിനിങ് എന്നോ എൻഡെന്നോ ഒന്നുമില്ല അല്ലേ. ദസ് ഇൻ എ സർക്കുലർ പെർമ്യൂട്ടേഷൻസ് വി കൺസിഡർ one object as fixed and the remaining objects are arranged as in case of linear arrangements. അതുകൊണ്ട് സർക്കുലർ പെർമ്യൂട്ടേഷനെ നമ്മൾ കൺസിഡർ ചെയ്ത് എങ്ങനെയാണ്, ഒരു ഒബ്ജക്റ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് റിമൈനിങ് ഒബ്ജക്ട്സ് എന്ത് ചെയ്യും, ലീനിയർ അറേഞ്ച്മെൻറ്റിൽ അത് ഫില്ല് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ തിയറം പറഞ്ഞത് എന്താ, നമ്പർ ഓഫ് സർക്കുലർ പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ്, n ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൻ്റെ നമ്പർ ഓഫ് സർക്കുലർ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് എത്രയാണ്, n-1 ഇൻറ്റു ഫാക്ടോറിയൽ. എന്താണ്, n-1 ഇൻറ്റു ഫാക്ടോറിയൽ. സർക്കുലർ പെർമ്യൂട്ടേഷൻസ് n ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൻ്റെ സർക്കുലർ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് n-1 ഇൻറ്റു ഫാക്ടോറിയൽ ആണ്. ദെൻ അടുത്ത് നോക്കിക്കേ, ഇൻ ദ എബവ് തിയറം anti-clockwise and clockwise order of arrangements are considered as distinct permutations. മുമ്പത്തെ തിയറം വെച്ചിട്ട് എന്താ ആൻറ്റി ക്ലോക്ക് വൈസോ ഓർഡറോ ആണ് എങ്കിൽ അറേഞ്ച്മെൻറ്റ് നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യും, അതൊരു ഡിസ്റ്റൻറ്റ് പെർമ്യൂട്ടേഷനാണ് കൺസിഡർ ചെയ്യും. ഓക്കെ, ദ സെക്കൻഡ് എന്താ പറയുന്നത്, ഇഫ് ആൻറ്റി ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസ് ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആർ നോട്ട് ഡിസ്റ്റൻറ്റ്. ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ്
ഡിസ്റ്റൻറ്റ് അല്ല എങ്കിൽ, ഫോർ എക്സാമ്പിൾ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ബഡ്സ് ഇൻ എ നെക്ലസ്, arrangements of beads in a necklace, arrangements of flowers in a garland, etc. അതായത് ഒരു നെക്ലേസിൽ ബീഡ്സ് അറേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഗാർലാൻഡിൽ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്, അതൊന്നും ഡിസ്റ്റൻ്റ് ആയിട്ടല്ലേ അല്ലേ? അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്? ഡിസ്റ്റൻ്റ് ആയിട്ടാണ്? അല്ല. ദസ് ദ നമ്പർ ഓഫ് സർക്കുലർ പെർമ്യൂട്ടേഷൻ ഓഫ് എൻ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ്. അപ്പം എൻ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൻ്റെ നമ്പർ ഓഫ് സർക്കുലർ പെർമ്യൂട്ടേഷൻസ് എങ്ങനെ പറയാം? 1/2 ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറയാം. എന്താണ്? 1/2 ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് കേസ് പഠിച്ചു. സർക്കുലർ പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൻ്റെ എന്താ? n മൈനസ് 1 ഫാക്ടോറിയൽ ആണെന്ന് പഠിച്ചു. പിന്നെ അടുത്ത എന്താ പറയുന്നത്? നോട്ട് ഡിസ്റ്റൻറ്റ് അല്ല എങ്കിൽ, നമ്പർ ഓഫ് സർക്കുലർ പെർമ്യൂട്ടേഷൻ ഓഫ് n നോട്ട് ഡിസ്റ്റൻറ്റ് ഐറ്റംസ് എന്നാണ് വരേണ്ടത് കേട്ടോ. ഇവിടെ ഡിസ്റ്റൻറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. നോട്ട് ഡിസ്റ്റൻറ്റ് ഐറ്റംസ് ആണെങ്കിൽ എന്താ? 1/2 ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ കോൺസെപ്റ്റ്സ് എല്ലാം കഴിഞ്ഞു. ഇനി എക്സാമ്പിൾസേ ഉള്ളൂ. അത് നമ്മൾ എക്സാം ഇല്ലാത്തതുകൊണ്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് എക്സാമിന് തന്നിട്ടുള്ള 4 പോർഷൻസിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് അനാലിസിസ് ഓഫ് ഡേറ്റ വരുമ്പം മീഡിയന്, മോഡ് അതൊക്കെ പഠിക്കണം. അരിത്തമെറ്റിക്കിൻ്റെ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ഗ്രൂപ്പിംഗ് മെത്തേഡ് ഒക്കെ നോക്കണം. മീഡിയൻ വെച്ചുള്ള പ്രോബ്ലംസും ചോദിക്കും, അപ്പോൾ അത് നോക്കുക. പിന്നെ അത്രയൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. മീന്, മോഡ്, മീഡിയൻ, ഗ്രൂപ്പിംഗ് മെത്തേഡ്, പിന്നെ ഡയറക്റ്റ് മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ്, അതൊക്കെ നോക്കുക. ദെൻ അടുത്ത ചാപ്റ്ററിലേക്ക് വന്നു കഴിയുമ്പം അവിടെ വരുന്നത് ഏതൊക്കെയാണ്? കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സിൽ ഇക്വേഷൻസ് ഒക്കെ തറവലി പഠിക്കുക. പിന്നെ അതിൻ്റെ തന്നെ ഓരോ എക്സ്പ്ലനേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ 1 മാർക്കായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ പഠിക്കുക. പിന്നെ മാക്സിമം നമുക്കുള്ള ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസുകളൊക്കെ തന്നെയാണ് ഇട്ടേക്കുന്നത്. സോ അതൊക്കെ ഒന്ന് തറവലി പഠിക്കുക. ഓക്കെ, ദെൻ സെറ്റ് തിയറി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, സെറ്റ് തിയറിയിൽ നിന്ന് കുറേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കി വേണം പഠിക്കാനായിട്ട്. ദെൻ ലോസ്, തിയറം 1 മുതൽ 6 വരെയുള്ള ലോസിൽ ഏതെങ്കിലും ഒരു ലോ ഒരു എക്സാമ്പിൾ വെച്ച് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ലോസ് പഠിക്കുമ്പം ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ വെച്ചിട്ട് ആ ലോയെ ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കണം, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അതൊരു മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏതെങ്കിലും ഒരു ലോയെ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറയും. പിന്നെ സബ്സെറ്റും അതൊക്കെ ക്ലിയർ ആയിട്ട് പഠിക്കുക. ദെൻ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലും ഡെഫിനിഷൻസ് ഒക്കെ നോക്കണം. പിന്നെ സെറ്റ് ബിൽഡർ ഫോം, റോസ്റ്റർ ഫോം എഴുതുന്നതൊക്കെ നോക്കുക. ദെൻ ഫങ്ഷൻസ് എല്ലാം പഠിക്കുക. ഐഡൻറ്റിറ്റി ഫങ്ഷൻ, കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ, അതിൻ്റെയൊക്കെ റിലേഷൻസ് എങ്ങനെ പോകുന്നതെന്ന് നോക്കുക. പോളിനോമിയൽ ഫങ്ഷന്, മോഡുലസ് ഫങ്ഷന്, സിഗ്നം ഫങ്ഷന്, അതിൻ്റെ എല്ലാം എഫ് റിലേറ്റഡ് ടു ആർ, അങ്ങനെ നമ്മൾ പറയുമല്ലോ, ആ റിലേഷൻസ് കൃത്യമായി പഠിക്കുക. അതിൻ്റെ ഫങ്ഷൻസിൻ്റെ ഗ്രാഫൊക്കെ വരയ്ക്കാനായിട്ട് ചോദിക്കും. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു. അപ്പോൾ നന്നായിട്ട് എക്സാംസ് പ്രിപ്പയർ ചെയ്യുക. ആനുവൽ എക്സാമിനുള്ള പോർഷൻസിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.